Xcos Scilab Connected Object Simulator എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. Xcos എന്നത് മോഡലിംഗിനും ഡൈനാമിക്കൽ സിസ്റ്റത്തിന്റെ സിമുലേഷനും വേണ്ടിയുള്ള Scilab പാക്കേജ് ആണ്. എന്താണ് Xcos, എന്താണ് പാലറ്റ് എന്നിവ, Xcosൽ ഇവ എങ്ങനെ ബ്ലോക്ക് ഡയഗ്രംസ് ഉണ്ടാക്കാം എന്നും ഈ ട്യൂട്ടോറിയലിൽ പഠിക്കും. സിമുലേഷൻ പാരാമീറ്റേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നത്, ബ്ലോക്കിന്റെ പാരാമീറ്റേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റഡ് ബ്ലോക്ക് ഡയഗ്രം സിമുലേറ്റ് ചെയ്യുക എന്നിവ. ഈ ട്യൂട്ടോറിയൽ പ്രാക്ടീസ് ചെയ്യുവാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ Scilab സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. ഉബുണ്ടു ലിനക്സ് 12.04, Scilab വേർഷൻ 5.3.3 എന്നിവയാണ് ഈ ഡെമോൺസ്ട്രേഷന് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ Scilab കൺസോൾ വിൻഡോ തുറക്കുക. അപ്ലിക്കേഷൻസ് എന്നതിൽ Xcos സെലക്ട് ചെയ്ത് Xcos എന്ന നിങ്ങളുടെ Scilab കൺസോൾ വിൻഡോയിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്റർ അമർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് വിൻഡോസ് തുറക്കുന്നു. പാലറ്റ് ബ്രൗസറും അൺടൈറ്റിൽഡ് Xcos വിൻഡോ ആണ്. പാലറ്റ് ബ്രൗസർ എന്നതിൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള കോമൺലി യൂസ്ഡ് ബ്ലോക്സ് ലഭിക്കുന്നു. കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ബ്ലോക്സ്, ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ബ്ലോക്സ് തുടങ്ങി പലവിധത്തിൽ. അൺടൈറ്റിൽഡ് Xcos വിൻഡോ ഗ്രിഡുകളോട് കൂടി ബ്ലാങ്ക് ആയിരിക്കും. ആദ്യമായി സ്റ്റെപ്പ് ഇൻപുട്ടോട് കൂടിയ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം സിമുലേറ്റ് ചെയ്യാം. തുടങ്ങുന്നതിനു വേണ്ടി കണ്ടിന്യൂസ് ടൈം സിസ്റ്റം പാലറ്റ് എന്നതിൽ നിന്നും ട്രാൻസ്ഫർ ഫങ്ഷൻ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഈ ബ്ലോക്ക് അൺടൈറ്റിൽഡ് Xcos വിൻഡോവിലേക്ക് ഡ്രാഗ് ചെയ്യുക. ആവശ്യമുള്ള സോഴ്സ് പാലറ്റിൽ സെലക്ട് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം സ്റ്റെപ്പ് ഫങ്ഷൻ ബ്ലോക്ക് ഉപയോഗിക്കുക. ട്രാൻസ്ഫർ ഫങ്ഷൻ ബ്ലോക്ക് എന്നതിനു മുൻപ് ഡ്രാഗ് ചെയ്ത് അവിടെ സ്ഥാപിക്കുക. Cscope ബ്ലോക്ക് ഉപയോഗിച്ചാണ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് സിങ്സ് പാലറ്റിൽ ലഭ്യമാണ്. ട്രാൻസ്ഫർ ഫങ്ഷൻ ബ്ലോക്കിന് മുൻപിലായി Cscope ബ്ലോക്ക് വയ്ക്കുക. Cscope എന്നതിൽ റെഡ് ഇൻപുട്ട് പോർട്ട് ഈ ബ്ലോക്കിൽ ഒരു ഇവന്റ് ഡ്രിവൻ ബ്ലോക്ക് ആണെന്ന് പറയുന്നു. എക്സിക്യൂഷന് വേണ്ടി ഇവന്റ് ഇൻപുട്ട് ആവശ്യമാണ്. ഇവന്റ് ജനറേറ്റർ ബ്ലോക്ക് ഇവന്റ് ഹാൻഡ്ലിംഗ് പാലറ്റിൽ ലഭ്യമാണ്. clock_c എന്നതാണ് ഈ ബ്ലോക്കിന്റെ പേര്. ഇത് Cscope ബ്ലോക്കിന് മുകളിൽ ഡ്രാഗ് ചെയ്ത് വെക്കുക. സിമുലേഷൻ ചെയ്യുവാനുള്ള എല്ലാ ബ്ലോക്കുകളും നമ്മൾ കളക്ട് ചെയ്തു. ബ്ലോക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. സ്റ്റെപ്പ് ഫങ്ഷൻ ബ്ലോക്കിന്റെ ഔട്ട്പുട്ട് പോർട്ട് സെലക്ട് ചെയ്യുക. ട്രാൻസ്ഫർ ഫങ്ഷൻ ബ്ലോക്കിന്റെ ഇൻപുട്ട് പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഇൻപുട്ട് പോർട്ട് പച്ച നിറത്തിൽ കാണുന്നു. അതുപോലെ ബാക്കി ബ്ലോക്ക്സ് കണക്ട് ചെയ്യാം. ഓരോ ബ്ലോക്കിനുള്ള പാരാമീറ്റർസ് സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് ബ്ലോക്ക് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് ടൈം, ഇനീഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ എന്നിവ ചോദിക്കുന്ന ഒരു പോപ്പ്-അപ്പ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. സ്റ്റെപ്പ് ചേഞ്ചിനു വേണ്ടിയുള്ള ടൈം ആണ് സ്റ്റെപ്പ് ടൈം. അത് 1 ആയി സെലക്ട് ചെയ്യുന്നു. സ്റ്റെപ്പ് ഫങ്ഷൻ എന്നതിൽ ഇനീഷ്യൽ ഔട്ട്പുട്ട് വാല്യൂ ആണ് ഇനീഷ്യൽ വാല്യൂ. അത് 0 ആയി കണക്കാക്കുക. അതാണ് ഡിഫോൾട്ട് വാല്യൂ. സ്റ്റെപ്പ് ടൈം ലാപ്സ് ആയതിനു ശേഷം സ്റ്റെപ്പ് ഫങ്ഷന്റെ ഔട്ട്പുട്ടിൽ ഫൈനൽ വാല്യൂ ആണ്. അത് 2 ആക്കി മാറ്റുക. ഓകെ ക്ലിക്ക് ചെയ്യുക. മറ്റു ബ്ലോക്കുകൾ കോൺഫിഗർ ചെയ്യുവാൻ ഇതേ പ്രൊസീജർ തുടരുക. ട്രാൻസ്ഫർ ഫങ്ഷൻ ബ്ലോക്കിന് വേണ്ടി ഇനി പറയുന്ന കോൺഫിഗറേഷൻ ആവശ്യമാണ്. ന്യൂമറേറ്ററിന്റെ വില ലാപ്ലാസ് ഡൊമെയ്നിൽ എന്റർ ചെയ്യുക. അത് 1 ആയി കരുതുക. അതാണ് ഡിഫോൾട്ട് വാല്യൂ. ഡിനോമിനേറ്റർ വാല്യൂ ലാപ്ലാസ് ഡൊമെയ്ൻ എന്നതിൽ എന്റർ ചെയ്യുക. 2*s പ്ലസ് 1 എന്നാക്കി മാറ്റുക. ഓകെ ക്ലിക്ക് ചെയ്യുക. ഇനി പറയുന്ന പാരാമീറ്റർസ് കോൺഫിഗർ ചെയ്യുവാൻ Cscope ബ്ലോക്ക് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ymin, ymaxന്റെയും വാല്യൂസ് സെറ്റ് ചെയ്യുക. വാല്യൂസ് എന്നതിന് റേഞ്ച് അനുസരിച്ച് വേരിയബിൾ പ്ലോട്ട് ചെയ്യുക. ymin 0 ആയി സെറ്റ് ചെയ്യുക. സ്റ്റെപ്പ് ഇൻപുട്ട് 2 ആയി സെറ്റ് ചെയ്തുകൊണ്ട് ഗ്രാഫിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ymax ഏതെങ്കിലും ഹയർ വാല്യൂ അസൈൻ ചെയ്യുക. 3 ആയി മാറ്റുക. റിഫ്രഷ് പീരിയഡിലെ ഡിഫോൾട്ട് വാല്യൂ എന്നതിനെക്കുറിച്ച് ഓർത്തുവയ്ക്കുക. ഡിഫോൾട്ട് വാല്യൂ 30 ആണ്. മറ്റു പാരാമീറ്റർസ് മാറ്റമില്ലാതെ തുടരുക. ഓകെ ക്ലിക്ക് ചെയ്യുക.
മെനുവിൽ സിമുലേഷൻ സെലക്ട് ചെയ്ത് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. പോപ്പ്-അപ്പ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. ഫൈനൽ ഇന്റഗ്രേഷൻ ടൈം മാറ്റുക. സിമുലേഷൻ എത്ര റൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഫൈനൽ ഇന്റഗ്രേഷൻ ടൈം ആണ്. Cscope ബ്ലോക്കിന്റെ റിഫ്രഷ് പീരിയഡിലെ വാല്യൂ ഓർത്തെടുക്കുക. Cscope ബ്ലോക്കിലെ ഫൈനൽ ഇന്റഗ്രേഷൻ ടൈം, റിഫ്രഷ് പീരിയഡ് എന്നിവ തുല്യമാക്കുക. അതുകൊണ്ട് 30ലേക്ക് മാറ്റുക. മറ്റു പാരാമീറ്റർസ് മാറ്റമില്ലാതെ തുടരുക. OK ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ള ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുവാൻ Ctrl+S അമർത്തുക. ഇവിടെ firstorder.xcos എന്ന പേരിൽ സേവ് ചെയ്യുക. സിമുലേഷൻ തുടങ്ങുന്നതിന് Xcos വിൻഡോവിലെ മെനു ബാറിലെ സ്റ്റാർട്ട് ബട്ടണിൽ അമർത്തുക. ഗ്രാഫിക് വിൻഡോ ഓപ്പൺ ആകുന്നു. ഫസ്റ്റ് ഓർഡർ എന്നതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ സ്റ്റെപ്പ് റെസ്പോൺസ് കാണിക്കുന്നു. ഈ പ്ലോട്ടിനെ ഒരു ഇമേജ് ഫയലായി സേവ് ചെയ്യുക. ഗ്രാഫ് സേവ് ചെയ്യുവാൻ ഫയൽ മെനുവിൽ പോയി എക്സ്പോർട്ട് ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് order.png എന്ന പേര് കൊടുക്കുക. OK ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ട് വാല്യൂ ആക്കി മാറ്റിയ ചില പാരാമീറ്റർസ് ഉണ്ടായിരുന്നു, അതിനെ മാറ്റുക. ഉദാഹരണത്തിന് clock_c ബ്ലോക്ക് പീരിയഡ് എന്നാൽ സാംപ്ലിംഗ് പീരിയഡും ഇനീഷ്യൽ ടൈം സെറ്റ് ചെയ്യുക. Cscope ബ്ലോക്കിൽ ഔട്ട്പുട്ട് വിൻഡോ നമ്പർ കൊടുക്കുക. പൊസിഷൻ, സൈസ്, ബഫർ സൈസ്, ഗ്രാഫ് കളർ തുടങ്ങിയവ സെറ്റ് ചെയ്യുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ചെയ്തു നോക്കുക. ഡാംപിംഗ് റേഷ്യോ 0.5ഉം ആംഗുലാർ ഫ്രീക്വൻസി 1ഉം ആയി സെക്കൻഡ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷനെ സിമുലേറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് ഗ്രാഫിന്റെ കളർ മാറ്റുവാൻ ശ്രമിക്കുക. ഫസ്റ്റ് എക്സർസൈസ് ഉപയോഗിച്ച് സ്റ്റെപ്പ് ഇൻപുട്ടും ഔട്ട്പുട്ടും സിംഗിൾ പ്ലോട്ട് വിൻഡോവിൽ പ്ലോട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ പാലറ്റ് ബ്രൗസർ ഉപയോഗിച്ച് Xcos സിമുലേഷൻ ഡയഗ്രാംസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു. സിമുലേഷൻ റിക്വയർമെന്റ് അനുസരിച്ച് ഓരോ ബ്ലോക്കും കോൺഫിഗർ ചെയ്യുക. സിമുലേഷൻ പാരാമീറ്റർസ് സെറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് പ്ലോട്ട് സേവ് ചെയ്യുക. താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. IIT ബോംബെയിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.